മൈ ഡിയർ ഫ്രണ്ട്സ്, ഇറ്റാലിയൻ തത്വചിന്തകൻ, രാഷ്ട്രീയക്കാരനും ഫ്ലോറന്റൈൻ റിപ്പബ്ലിക്കിൻ്റെ 2ാം ചാൻസലറുടെ സെക്രട്ടറിയായും സ്ഥാനം വഹിച്ച ആളാണ് നിക്കോളാസ് മാക്കിയവെല്ലി. രാഷ്ട്രീയത്തിലും അല്ലാതെയും സൂക്ഷ്മവും വഞ്ചനാപരവുമായ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന രീതിയാണ് മാക്കിയവെല്ലനിസം എന്ന് പറയപ്പെടുന്നത്. ഡെൽറോയ് പോൾ പാസും കെൽവിൻ വില്യംസും എന്നു പേരുള്ള 2 കനേഡിയൻ മനഃശാസ്ത്രജ്ഞന്മാരും ഇതേക്കുറിച്ച് കുറച്ച് പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. നാർസിസം, അതുപോലെ തന്നെ ഇമ്പൾസീവായിട്ട് ആക്ട് ചെയ്യുന്ന സൈക്കോപ്പതി, ഈ 2 കാര്യങ്ങളും ഈ മാക്കിയവെല്ലിനിസം കൂടെ ചേർന്നതിനെയാണ് ഡാർക്ക് ട്രയഡ് എന്ന് പറയും. ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാൻ പറ്റില്ല, പക്ഷേ പേഴ്സണാലിറ്റിയുടെ ഒരു പ്രത്യേകതയാണ്. ഇവരെ അധികാരം ഉപയോഗിക്കാൻ വേണ്ടി ഏത് ടാക്ടിക്സും അവരുപയോഗിക്കും. സ്വന്തം കാര്യം നോക്കാൻ മിടുക്കരാണ്. മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്തിട്ട് അതിൻ്റെ ക്രെഡിറ്റ് അവരെടുക്കും. ആത്മാർത്ഥത ഒരു ശകലം പോലുമില്ല. മറ്റുള്ളവരെ പുകഴ്ത്തി കാര്യങ്ങൾ നേടും. പിന്നെ പവർ പൊളിറ്റിക്സിലൊക്കെ ഭയങ്കര താല്പര്യമാണ്. ജോലിയില്ലാണെങ്കിൽ വലിയ തൃപ്തിയൊന്നുമില്ല, പക്ഷേ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞൊക്കെ നടക്കും. ആകെ ഇവരുടെ കൈമുതലായിട്ടുള്ളത് മാനിപ്പുലേഷനാണ്, കൃത്രിമത്വമാണ്. തെറ്റായ വാഗ്ദാനങ്ങളെന്ന് പറയുന്നത് പാലിക്കുകയില്ല. ഈ വാഗ്ദാനങ്ങളും നമ്മൾ പല സ്ഥലത്തും ഇത് നമ്മുടെ ലൈഫിൽ കാണുന്ന ഒരു കാര്യം തന്നെയാണ്. ഭീഷണിപ്പെടുത്തും, അട്ടിമറിയും, കള്ളവും ചതിയും. ഇതൊക്കെ ഈ മാക്കിയവെല്ലിനിസം എന്ന പേഴ്സണാലിറ്റിയുടെ ട്രെയിറ്റ് ഉള്ളവരുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ വ്യക്തിബന്ധങ്ങളിൽ ഷോർട്ട് ടൈം റിലേഷൻഷിപ്പാണ്. ഇപ്പോൾ സ്നേഹബന്ധങ്ങളിലൊക്കെ കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ പ്രലോഭിപ്പിച്ച് തങ്ങളുടെ വരുതിക്ക് കൊണ്ടുവന്ന് കാര്യം കണ്ടതിന് ശേഷം അവരെ തള്ളിപ്പറയും. ഇപ്പോൾ വീട്ടിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിലൊക്കെ ഫോണൊക്കെ കൂടെ ചെക്ക് ചെയ്യുക, സംശയം ചെയ്യാം. അത് അവർക്കറിയാത്ത വിധത്തിൽ ചെയ്തിട്ട് അവസാനം അവരെ കുഴി ചാടിക്കും നമ്മൾ പറയുന്നതാണ്. മാനേജ്മെൻറ്റ് രീതികളൊക്കെ ആണെങ്കിൽ കഠിനമായ മാനേജ്മെൻറ്റ് രീതിയാണ്. പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞ് അവർ പ്രവർത്തിക്കും, പക്ഷെ അതെന്തിനു വേണ്ടിയിട്ടാണ്? സ്വന്തം കാര്യം നേടാനുള്ള പൊതുപ്രവർത്തനമാണ്, അല്ലാതെ രാജ്യസ്നേഹമൊന്നുമല്ല. ഇങ്ങനെ നീണ്ടു പോകുന്ന വ്യത്യാസം സ്വഭാവത്തിലുണ്ട്. ഈ ഡാർക്ക് ട്രയഡ് പേഴ്സണാലിറ്റി അനലൈസ് ചെയ്യാനുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട്. സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ചെയ്താൽ ഇതിൽ ഡയഗ്നോസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇവരെ നമുക്ക് തിരിച്ചറിയാൻ പ്രയാസമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം സ്വന്തം കാര്യം ഏത് വിധേനയും നടത്തുക. നമുക്ക് ഈ വൈറ്റ് കോളർ പ്രവർത്തനം എന്നൊക്കെ പറയും. ഏത് ബന്ധത്തിലായാലും കുറച്ച് നാൾ, അതും അവരുടെ കാര്യം കാണുന്നത് വരെ. അവരുടെ കാര്യം കണ്ടു കഴിഞ്ഞാൽ ഏത് ബന്ധവും തട്ടിക്കളയുന്നതിന് അവർക്കൊരു പ്രയാസവുമില്ല. പങ്കാളിയുടെ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കും വീട്ടിലാണെങ്കിലും. രാഷ്ട്രീയ ബന്ധങ്ങളിൽ നമ്മൾ സാധാരണ ധാരാളം കാണാനുള്ള വ്യക്തിത്വങ്ങളാണിത്. അക്രമവാസന, മാനേജ്മെൻറ്റ് ടെക്നിക്കുകൾ, ഇതൊക്കെ വളരെ പ്രയാസമാണ് നമുക്ക് ഇവരുടെ കൂടെ ചേർന്ന് പോകാൻ. സ്വന്തം കാര്യം കാണാൻ വേണ്ടി ആരിൽ നിന്നും സഹായം തേടും. അത്യഗ്രഹം, സിനിക്കൽ, ധാർമ്മികതയില്ലായ്മ, വൈകാരിക തോന്നലുകളൊന്നുമില്ല. അവരവരുടെ അതിരേതാണെന്ന് അവർ തന്നെ തീരുമാനിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കും. കരുതി കൂട്ടി ഭീഷണി നടത്തും. കള്ളവും ചതിയിലും കൂടെ അവരുടെ കാര്യങ്ങൾ നേടുക എന്നുള്ളതാണ്. ചില സമയത്ത് മറ്റുള്ളവരുടെ മൊറാലിറ്റിയെ പോലും ഇവർ ചോദ്യം ചെയ്യുന്നു. ഫോൾസ് പ്രോമിസസ് നൽകുന്നത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ അവരുടെ വലയിൽ വീണുവെന്നും വരാം, കബളിപ്പിക്കപ്പെട്ടുവെന്നും വരാം. ഇത്തരം പെരുമാറ്റങ്ങൾ കണ്ട് മനഃശാസ്ത്ര ചികിത്സ നടത്തുക എന്നുള്ളത് സമൂഹത്തിൻ്റെ ഒരാവശ്യമാണ്. തൽക്കാലം നിർത്തുന്നു. വേറൊരു വ്യക്തിത്വ വൈകല്യമോ ആയിട്ട് അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം.